പ്രിയരെ ബച്ചവാദ പ്രിയപ്പെട്ട കുട്ടികളെ, 6ാം ക്ലാസ്സിലെ വഴികാട്ടി വർക്ക്ഷീറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് മുഹബ്ബത് കി ഷമ്മെ ജലായെങ്കെ ഹം എന്ന പദ്യഭാഗത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളോടുകൂടി നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ഈ പ്രവർത്തനം നസ്മ തറന്നും സെ ഗായിയെ ഈണത്തിൽ ചൊല്ലി നോക്കാനാണ്. അതിനുശേഷം പദ്യഭാഗമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രവർത്തനം സമാന ശബ്ദപദങ്ങൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ഉദാഹരണം ഇവിടെ നൽകിയിട്ടുണ്ട്. കഹ്കശാൻ ഔർ ആഷിയ. കഹ്കശാൻ ഔർ ആഷിയ എന്നത് ഈ പദ്യത്തിൽ നിന്ന് കണ്ടെത്തിയ ഹം ആവാസ് അൽഫാസ് ആണ്. അതുപോലെ ഒരുപാട് ഹം ആവാസ് അൽഫാസ് ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവ ഏതെല്ലാമെന്ന് നോക്കാം. ജലായെങ്കെ മിഠായെങ്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ജലായെങ്കെ എന്നതിൻ്റെ ഹം ആവാസ് അൽഫാസ് ആണ് മിഠായെങ്കെ എന്നത്. അപ്പോൾ ഒരു ജോഡി ഹം ആവാസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ് ഇനി ഏതൊക്കെ ഹം ആവാസ് അൽഫാസാണ് ഇതിലുള്ളത് എന്ന് നോക്കാം. ഓക്കെ, ഇനി സബക് ദോസ്തി ക പഠായേഗെ. പഠായേഗെ എന്നതും ജലായേഗെ എന്നതും വീണ്ടും നമുക്ക് എഴുതാവുന്നതാണ്. പഠായേഗെ എന്നതും പഠായേഗെ എന്നതും ജലായേഗെ എന്നതും വീണ്ടും നമുക്ക് ഹം ആവാസ് അൽഫാസായി എഴുതി നോക്കാവുന്നതാണ്. ഇപ്പോൾ 2 എണ്ണമായി. ഇനിയോ ചമൻ ലഗൻ. ചമൻ ലഗൻ എഴുതാമല്ലോ, ജി. അപ്പോൾ നമുക്കത് എഴുതാം. ചമൻ ലഗൻ എന്നത് ചമൻ ലഗൻ എന്നത് ഹം ആവാസ് അൽഫാസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊന്ന്. ഇപ്പം നമ്മൾ പറഞ്ഞ് ജലായെങ്കെ മിഠായെങ്കെ, ജലായെങ്കെ പഠായെങ്കെ. ഇനി പഠായെങ്കെ ബനായെങ്കെ എന്നൊക്കെ പറ്റും അല്ലേ? ബനായെങ്കെ കണ്ടോ, ബനായെങ്കെ പഠായെങ്കെ. വീണ്ടും അത് നമുക്ക് എഴുതാവുന്നതാണ്. ബനായെങ്കെ. ഓക്കെ, ഇപ്പോൾ 4 ജോഡി ഹം ആവാസ് അൽഫാസ് നമ്മൾ കണ്ടെത്തി. ഇനി എന്തൊക്കെയുണ്ട്? റാസ്ദ ആഷിയ. റാസ്ദ ആഷിയ. റാസ്ദ എന്നതും ആഷിയ എന്നതും എന്താണ്? ഹം ആവാസ് അൽഫാസാണ്. പിന്നെ ഇതുപോലെ ഒരുപാട് ഹം ആവാസ് അൽഫാസ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇത് എഴുതാനുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഉള്ളത്. സിമ്പിളായി എഴുതാം. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചാൽ ഇതുപോലെ ഒരുപാട് ഹം ആവാസ് അൽഫാസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്രവർത്തനം നോക്കാം. സുനേര ജമാന എന്ന ഒരു കഥയാണ് അടുത്ത പാഠം. ഈ കഥയിൽ നിന്ന് എന്താണ്? സവാല് തന്നിട്ട് അതിൻ്റെ ജവാബ് എഴുതാനാണ് ചോദ്യം. ഇവിടെ കുറച്ച് സവാല് തന്നിട്ടുണ്ട്. ഇത് കഥയിൽ നിന്നുള്ള സവാലുകളാണ്. ഈ കഥ വായിച്ചിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുകയാണ്. ഈ കഥ എവിടുന്ന് വായിച്ചിട്ടുണ്ട്? നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, പാഠത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇത് വായിച്ചിട്ട് എഴുതാനാണ്.
ഒന്ന് ഷിബി കഹാക രാജാത്ത. ഷിബി കഹാക രാജാത്ത. ഇവിടെ കഹ എന്നതാണ് ചോദ്യത്തിന് ഉപയോഗിച്ച പദം. അവിടെ നമുക്ക് ഈ കഹ എന്നുള്ളതാണ് വെട്ടാം. മുഴുവൻ വെട്ടണ്ട, കഹ എന്നുള്ളത് മാത്രം വെട്ടുക. വെട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ ആ കഹ വേണ്ട. അതിന് പകരം ഇതിൻ്റെ ഉത്തരം ഇവിടെ എഴുതിയാൽ മതി. ഈ കഹ എന്നുള്ള ഇതിന് പകരം എവിടെയുള്ളത് എന്നുള്ളതിന് ഹിന്ദുസ്ഥാൻ മേ എന്നതാണ്. ഹിന്ദുസ്ഥാൻ കാ രാജ. കഹ എന്നുള്ളതിന് പകരം ഈ ഹിന്ദുസ്ഥാൻ എഴുതുക. അപ്പം ഷിബി ഹിന്ദുസ്ഥാൻ ഖ രാജ ഥ എന്നാണ് ഇവിടെ ഉത്തരം എഴുതേണ്ടത്. ഷിബി ഹിന്ദുസ്ഥാൻ ക രാജ ഥ എന്നാണ് ഉത്തരം എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ചോദ്യം, ഷിബി കൈസ രാജ ഥ എന്നതാണ്. ഷിബി കൈസ രാജ ഥ. ഈ കൈസ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള രാജാവായിരുന്നു എന്ന്. അപ്പം എങ്ങനെയുള്ളത് എന്നതാണ് ചോദ്യപദം. അപ്പം നമ്മൾ ഉത്തരത്തിൽ എന്ത് വേണ്ട? കൈസ എന്നത് വേണ്ട. അതിന് പകരം ഈ കൈസ എന്നതിന് പകരം ഇതിൻ്റെ ഉത്തരം ഏതാണ്? ഇൻസാഫ് പസന്ത് ഔർ റഹംദിൽ ഇൻസാൻ ത. ഇൻസാൻ എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ രാജാത്ത എന്നാക്കാം. വോ ഇൻസാഫ് ഷിബി ഇതുപോലെ, ഷിബിന്ന് ഇതുപോലെ എഴുതുക, പേര് ഇതുപോലെ എഴുതുക. എന്നിട്ട് ഇൻസാഫ് പസന്ത് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുക. ഇൻസാഫ് പസന്ത് ഔർ റഹംദിൽ എന്നെഴുതിയിട്ട് രാജാത്ത. ഷിബി ഇൻസാഫ് പസന്ത് और റഹംദിൽ രാജാത്ത. മൂന്നാമത്തേത് ഷിബി രാജ ഷിബി കിസ്കെ സാത്ത് ദർബാർ മേ ബൈഠാ ഹുവാ താ. കിസ്കെ സാത്ത്. ഇവിടെ കിസ്കെ സാത്ത് എന്നതാണ് ചോദ്യം. ഇത് മാത്രമാണ് മാറ്റേണ്ടത്. അവിടെ മാറ്റി അവിടെ ഉത്തരം എഴുതേണ്ടത് അപ്പിനെ രാജ ഷിബി അപ്പിനെ വസീറോ കെ സാത്ത്. ഖേ സാത്ത് കെ സാത്ത്. ഇത് നോക്കുക, ബാക്കി അതുപോലെ എഴുതുക. കബൂത്തർ കോ പക്കടനെ കേലിയെ കോൻ ഉസ്കാ പീച്ച കർത്താ ഥാ. കോൻ എന്നതാണ് ഇവിടെ ചോദ്യപദം. ഈ കോൻ എന്നുള്ളതിന് പകരം, ഈ കോൻ എന്നതിന് പകരം ബാസ് എന്ന് ഉത്തരം എഴുതിയാൽ എന്തായി? ഉത്തരമായി. ബാസ് എന്നുള്ളത് ഈ കോൻ എന്നുള്ള സ്ഥലത്ത് എഴുതുക. ബാക്കിയൊക്കെ അതുപോലെ എഴുതുക. എന്നിട്ട് അങ്ങനെ ഈ 4 ചോദ്യത്തിൻ്റെ ഉത്തരവും എല്ലാവരും എഴുതണം. ഓക്കെ. ആദ്യത്തെ യൂണിറ്റ് മേരി മാ. ആദ്യത്തെ യൂണിറ്റ് പാലേം പോസ എന്നതിലെ മേരി മാ എന്ന പാഠം മുതൽ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ അവസാന ഭാഗം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ വർക്ക്ഷീറ്റിലുള്ളത്. സുനര സമാന വരെയുള്ള ഭാഗങ്ങളാണ് നിങ്ങൾക്ക് നൽകിയ വർക്ക്ഷീറ്റിലുള്ളത്. ഈ വർക്ക്ഷീറ്റിലുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകം ചർച്ച ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇതോടുകൂടി വർക്ക്ഷീറ്റിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമാവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വർക്ക്ഷീറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ വളരെയധികം ഉപകരിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായി താഴെ കമൻസിൽ രേഖപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ ശുക്രിയ. ഖുദാ ഹാഫിസ്.